ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്നോ? ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്. ഇന്ന് ഏറ്റവും മാർക്കറ്റ് ചെയ്യപ്പെടുന്നൊരു പേടിയാണ് കേട്ടോ ഇത്. ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്. രോഗം വരുമോ, രോഗമുണ്ടോ എന്നുള്ളൊരു പേടി. യഥാർത്ഥത്തിൽ രോഗമൊന്നും ഉണ്ടായിരിക്കില്ല. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകളില്ലേ, അവരിൽ ഭൂരിഭാഗം പേർക്കും ശരിക്കും രോഗമൊന്നുമില്ല. ഈ ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്, രോഗമുണ്ടോ വരുമോ എന്നുള്ളൊരു ഭയമാണ് പലപ്പോഴും അവരെ അവിടെ എത്തിക്കുന്നത്. ഈ പേടിയില്ലാതായാൽ ഹോസ്പിറ്റൽ ബിസിനസ്സൊക്കെ പകുതിയാകും. കാരണം ആ പേടിയാണല്ലോ പലരെയും അവിടെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേടി എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തും. ഈ പേടി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയ പരസ്യ ബോർഡുകളൊക്കെ കണ്ടിട്ടില്ലേ? ചില രോഗങ്ങളെക്കുറിച്ചുള്ള പരസ്യമാണ്. അതിലൊരുപാട് ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന രോഗത്തിൻ്റെ തുടക്കമാവാം. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇതിലേതെങ്കിലും നമുക്കുണ്ടാവും. നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങും. എല്ലാത്തിനും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധമുണ്ടല്ലോ. പേടിയുണ്ടാകുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ്. അതുപോലെ നമ്മളെ ഒരു രോഗാവസ്ഥയിൽ എത്തിക്കുന്നതിനും ഈ ചിന്തകൾക്ക് വലിയൊരു പങ്കുണ്ട്. ചില ആളുകൾക്കൊരു ശീലമുണ്ടല്ലോ, മറ്റുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ അവർ പറയും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ചെക്കപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞു തരും, വേറെ ചില ആളുകൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണം വന്നപ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ ഒരു വലിയ രോഗമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും പതുക്കെ പതുക്കെ ചെറിയ ഫീലിങ്സ് ഉണ്ടാകാൻ തുടങ്ങും. നമ്മൾ മനസ്സിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ നിരന്തരം ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? വി ഫീൽ ഇറ്റ് ആൻഡ് വി റിസീവ് ഇറ്റ്. നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കേട്ട് വി ഫീൽ ഇറ്റ്. ആക്ച്വലായിട്ട് അത് ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് എത്താം. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ചില കുട്ടികൾക്ക് പനി വരും. പഠിക്കാതെയൊക്കെ നടന്നിട്ട് പിന്നെ അവർക്കുണ്ടാകുന്ന ചിന്ത, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പരീക്ഷയിൽ നിന്ന് മാറി നിൽക്കാമല്ലോ. എന്തായാലും രോഗങ്ങൾ നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത് അതുണ്ടാക്കുന്ന ഫീലിങ്സ് ആണല്ലോ. അപ്പോൾ ചിന്തിച്ച് അതുപോലെയുള്ള ഫീലിംഗ് ഉണ്ടാകും. അവസാനം ഇങ്ങനെ പലതും ശരീരത്തിൽ സംഭവിക്കും. ഈ ഒരു പേടി, ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ശല്യം ഉണ്ടാക്കുന്ന ഒരു പേടിയാണ്. ഒരു റിയാലിറ്റിയും അതിനകത്ത് ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഒരു രോഗം ഉണ്ടാക്കാവുന്ന ശല്യങ്ങളും പ്രശ്നങ്ങളും അതുണ്ടാക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്, ഈ ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്. എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഇതൊരു പ്രശ്നമായിട്ട് നമ്മളെ പിടികൂടാതിരിക്കാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ശരിക്കും ആലോചിക്കുമ്പോൾ നമ്മളിൽ ഈ പേടി ഉണ്ടാക്കുന്ന ചില രീതികൾ നമുക്കുണ്ട്. ആ രീതികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അതൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പേടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ചില ആളുകൾക്കൊരു ശീലമുണ്ട്, ഈ രോഗങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചില ഇഷ്ടവിഷയങ്ങളുണ്ടാവുമല്ലോ. ഇവരുടെ ഇഷ്ടവിഷയം എന്ന് പറഞ്ഞ രോഗങ്ങളാണ്. അവരിത് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് പല ലെവലിലാണ്. ഒന്ന് സെൽഫ് ടോക്ക്, ഓട്ടോ സജഷൻ എന്നൊക്കെ പറയും. നമ്മൾ നടത്തുന്ന ചില കമ്മ്യൂണിക്കേഷൻ ആത്മകഥകളില്ലേ, അത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ, തലയ്ക്കൊരു പെരുപ്പ് പോലെ, ഇതൊക്കെ സ്വയം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതായിരിക്കും അവരുടെ ഇഷ്ടവിഷയം. പതുക്കെ മറ്റുള്ളവരെയും ഈ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരും. ഇന്നാൾ കസിൻസ് എല്ലാവരും കൂടി കൂടിയപ്പോൾ പകുതിയിലധികം സമയം സംസാരിച്ചത് പലവിധ രോഗങ്ങളെക്കുറിച്ചാണ്. സത്യത്തിൽ നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ കാലത്ത് രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഫിയർ ഓഫ് ഇൽ ഹെൽത്ത് ഉണ്ടാക്കുന്നതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സംഭാഷണത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പിന്നെ പേടിയായി, ഈ പറഞ്ഞ എന്തെങ്കിലും എനിക്കുണ്ടോ? മൂന്നാമതൊരു ലെവലുണ്ട് കേട്ടോ. നമ്മളിരുന്ന് രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അതുവരെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ചിലർ ഒരു ലെവൽ കൂടി കടന്നിട്ട് എന്ത് ചെയ്യുന്ന, കൂടെ ഇരിക്കുന്നവരുടെ രോഗാവസ്ഥ അങ്ങോട്ട് ജഡ്ജ് ചെയ്യും. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കുന്നത് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാകാം, അപ്പോൾ ഒരു ചെക്കപ്പ് നടത്തുന്നത് നന്നായിരിക്കും, ഈ അടുത്തെങ്ങാനും ബ്ലഡ് ടെസ്റ്റ് നടത്തിയോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ അവർ നമ്മളോട് ചോദിച്ച് ആ പേടി നമ്മളിലേക്ക് കടത്തിവിടും. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അല്ലേ? നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം വേറെ വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ എക്സ്പേർട്ട് ആളുകളോട് നമുക്ക് സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. മിക്കവാറും 1 മണിക്കൂറൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ
വലിയ കൺഫ്യൂഷനിലാകുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾ സംസാരിക്കുന്നത് വസ്തുതകളൊന്നുമല്ല, അവരുടെ അഭിപ്രായങ്ങളാണ്, അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഹൈപ്പോകോൺട്രിയ എന്ന് പറയും. ചില പ്രത്യേക രോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടും. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഈ ബ്ലഡ് ക്യാൻസർ എന്നുള്ള രോഗം അന്ന് വളരെ പോപ്പുലറായിട്ടുള്ളൊരു രോഗമായിരുന്നു. കുറേ സിനിമകൾ ഇറങ്ങി, ആളുകൾക്ക് ബ്ലഡ് ക്യാൻസർ വരുന്ന, എന്നിട്ട് അവർ മരിക്കുന്ന സിനിമ, അതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൊച്ചുകുട്ടികൾക്ക് ബ്ലഡ് ക്യാൻസർ വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ഹൈപ്പോകോൺട്രിയ എന്നുള്ള അവസ്ഥ വന്നു. അതായത് ഈ ഒരു പ്രത്യേക രോഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ട് അതേക്കുറിച്ചുള്ള ചിന്തകൾ, അതേക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കുക, സ്വന്തമായിട്ട് ഇതുണ്ടോ എന്ന് പരിശോധിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു ലക്ഷ്യം മുൻനിർത്തി അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തൂലേ, അതിനേക്കാൾ ശക്തമായിട്ട് എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ബ്ലഡ് ടെസ്റ്റ് നടത്തി. ബ്ലഡ് കൗണ്ട് കണ്ടപ്പോൾ അദ്ദേഹം ഏകദേശം ഉറപ്പിച്ചു, ഓ ഇത് ബ്ലഡ് ക്യാൻസർ തന്നെ. അവസാനം ഇതിൻ്റെ പേടി വല്ലാതായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല, ഈ ബ്ലഡ് ക്യാൻസറുമായിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ പ്രയോജനം. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മരണശേഷം ഡയറി കുറിപ്പൊക്കെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫിയർ ഓഫ് ബ്ലഡ് ക്യാൻസർ. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ഇല്ലയെന്ന് ലാബ് റിപ്പോർട്ട് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഫിയർ ഓഫ് ബ്ലഡ് ക്യാൻസർ, ഈ രോഗം എനിക്കുണ്ടോ എന്നുള്ളൊരു പേടിയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് എന്ത് അപകടകരമാണല്ലേ. നമ്മളിങ്ങനെയുള്ള രോഗങ്ങളെപ്പറ്റി കേട്ട് കഴിഞ്ഞാൽ അതുമാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, പിന്നെ അതേക്കുറിച്ച് വായിക്കുക, ഇതെല്ലാം നമ്മുടെ പണിയല്ല. അപ്പം അങ്ങനെ നമ്മൾ ഗവേഷണാത്മകമായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തനിക്കിതുണ്ടെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ അന്വേഷിച്ച് നടക്കുക, ഇത് നമുക്ക് യാതൊരു തരത്തിലും ഒരു പ്രയോജനവും ചെയ്യാത്ത കാര്യമാണെന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള ദുരന്തങ്ങളും ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മളിൽ ഈ ഫിയർ ഓഫ് ഇൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഇനാക്റ്റീവായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, അപ്പോൾ അവിടെ ഓവർ തിങ്കിങ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ചിന്തകളിൽ കടന്നു വരും. പ്രത്യേകിച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല, അവസരങ്ങളുണ്ടാവില്ല. ചില ദിവസങ്ങളിലേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു പ്രായമൊക്കെ വെച്ച് ഇങ്ങനെയുള്ള ചിന്തകൾ കൂടുതൽ കടന്നു വരാൻ സാധ്യതയുണ്ടല്ലോ. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ വല്ല പരിപാടിയിലും പങ്കെടുക്കുമ്പോഴും അവരെന്നെ ഓർമ്മപ്പെടുത്തും, ടീച്ചറെ പണ്ടത്തെ പോലെയല്ല കേട്ടോ, ടീച്ചറിനൊക്കെ ഇത്ര പ്രായമായി, സ്റ്റെയർ കേസ് കയറുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷനൊക്കെ അവർ പറയും. അപ്പോൾ ഇങ്ങനെ പലതും കേട്ട് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വരിക. പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നു, അയ്യോ ആ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, മറന്നുപോയല്ലോ. നമ്മൾ ചാടി എഴുന്നേൽക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, കാർ എടുക്കുന്നു, ഡ്രൈവ് ചെയ്ത് ആ സ്ഥലത്തേക്ക് പോവാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ, ഒരു എനർജി ഇല്ലാതെ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലായിരുന്നു. ചില രോഗങ്ങളുണ്ടോ എന്നുള്ള സംശയവും ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് റെഡിയായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമുക്ക് പ്രശ്നങ്ങളില്ല. അതേസമയം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ പലതിൽ ഇൻവോൾവ് ആകുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയാകാം. അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യം, സെൽഫ് കെയർ എന്ന് കേട്ടിട്ടില്ലേ? ഈ സെൽഫ് കെയർ ഇല്ലാത്തവർക്ക് ഫിയർ ഓഫ് ഇൽ ഹെൽത്ത് കൂടുതലായിരിക്കും. ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല, വേണ്ടത്ര വെള്ളം കുടിക്കുന്നില്ല, അങ്ങനെ ഒരു ജീവിതശൈലിയാണ് എനിക്കുള്ളതെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. എനിക്ക് രോഗങ്ങളുണ്ടോ എന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ പിടികൂടും. അതേസമയം ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വേണ്ടത്ര സമയം ഉറങ്ങുന്നു, വേണ്ടത്ര പോഷകാഹാരങ്ങൾ കഴിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു, എൻ്റെ ശരീരം ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ഒരു പേടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവനവനെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തരുത്. അത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ഈ പേടി നമ്മളിലുണ്ടാവുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, നമുക്ക് ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ സംഭവിക്കുമല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, മടി കൊണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസ് അത്ര നന്നാകില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്താറില്ലേ? അതിനെ സെൽഫ് കോഡലിംഗ് എന്നാണ് പറയുക.
നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളങ്ങനെ മോശക്കാരാകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്യൂസാണ്, പലരും രോഗങ്ങളെ കൂട്ടുപിടിക്കും. നമ്മുടെ ചില രോഗാവസ്ഥ കൊണ്ടാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നത്. വേറെ ചിലർ സിമ്പതി കിട്ടാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അസുഖങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ രോഗങ്ങളിലെ എക്സ്ക്യൂസായിട്ട് പറയരുത്. 6ാമത്തെ കാര്യം, ചിലർക്ക് ഈ ഡൗട്ട്ഫുൾ മൈൻഡാണ്. എന്തിനും ഏതിനും സംശയം, ഒരു കാര്യത്തിലൊരു വിശ്വാസമില്ല. അപ്പോൾ നമുക്കൊരു അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ രോഗം എന്താണെന്ന് കണ്ടെത്തി നമുക്ക് മരുന്ന് കുറിച്ച് തരും. നമ്മൾ ഈ മരുന്നുമായിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നോ, ഗൂഗിൾ അടിച്ച് നോക്കും ഈ മരുന്ന് എന്തിനുള്ളതാണ്. ചിലപ്പോൾ വേറെ ചില രോഗങ്ങൾക്കും കൂടി ഈ മരുന്ന് തന്നെയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അവർ വിചാരിക്കും അപ്പോൾ ആ രോഗവും എനിക്കുണ്ടോ. ഇങ്ങനെ റിസർച്ച് നടത്തുകയാണ്. വേറെ ഏതൊക്കെ മരുന്ന് കമ്പനികളുണ്ട്, ഇതേ മെഡിസിൻ, ഈ മെഡിസിനും ആ മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഈ ഡോക്ടർ പോരാ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കണ്ടേ. രോഗങ്ങളെക്കുറിച്ചുള്ള പേടി ഉണ്ടാകാനായിട്ട് ഇതിലും കൂടുതലായിട്ട് എന്താ വേണ്ടത്. ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോഴേ അവർക്ക് സംശയമാണ്, ഇത്രയും മരുന്ന് മതിയോ, ഇതുകൊണ്ട് രോഗം മാറുമോ. അപ്പം അങ്ങനെ അവർ ചിലപ്പോൾ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. നമ്മൾക്ക് രോഗം വരുന്നു, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. ആ ഡോക്ടറിലൊരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടായേ മതിയാവൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രസ്റ്റ് ഇല്ലാതെ വരുന്നത് ഒരു ഫൂളിഷ്നെസ് അല്ലേ, വിഡ്ഢിത്തരമല്ലേ. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പേരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അതിലെ ഡ്രൈവർ ആരാണെന്ന് അറിയില്ല. ആ ഡ്രൈവറെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നമ്മൾ കെട്ടിടം പണിയാൻ ആളുകളെ ഏൽപ്പിക്കുന്നു, എന്നിട്ട് അവർ പണിത കെട്ടിടത്തിൽ താമസിക്കുന്നു. കെട്ടിടം പണിതവരിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ആ കെട്ടിടത്തിൽ താമസിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ പലരെയും ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അസുഖങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു, നമ്മൾ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യുന്നു. പല കാര്യങ്ങളിലും നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇക്കാര്യത്തിൽ മാത്രം അത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ട്രസ്റ്റ് ഇല്ലാതെ വരുന്നതും ഫിയർ ഓഫ് ഇൽ ഹെൽത്തിന് കാരണമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു പേടിയെക്കുറിച്ചും ആ പേടി മാനേജ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണമെന്നുമാണ് നമ്മൾ സംസാരിച്ചത്. ഫിയർ ഓഫ് ഇൽ ഹെൽത്ത്, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ പേടി മാനേജ് ചെയ്തേ മതിയാവും. എൻ്റെ വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടൂ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.